ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് NS200 പരിചയപ്പെട്ടാലോ? NS200 ചില ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ബൈക്കാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ലുക്കിൽ തന്നെ തുടങ്ങാം. അടിപൊളി ലുക്കല്ലേ ഫ്രണ്ട്സ്, അടിപൊളി ലുക്ക്. ഞാൻ മൊത്തത്തിൽ ചുറ്റി നിങ്ങളെ കാണിച്ചു തരാം. വണ്ടിയുടെ ലുക്ക്, ടാങ്കൊക്കെ കണ്ടോ, ടാങ്കിൻ്റെ ലുക്കൊക്കെ അടിപൊളി ലുക്ക്. ബാക്ക് ടൈല് നോക്കുക. NS എന്ന് പറയുമ്പോഴേ നമുക്ക് ലുക്കാണ് പറയേണ്ടത്. അടിപൊളി ലുക്കിലാണ് NS കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് കൊള്ളാം, അടിപൊളി, നല്ല ഫിനിഷിങ്ങുള്ള ഹെഡ്ലൈറ്റ്. താഴെയായിട്ട് മറ്റു വണ്ടികളൊക്കെ കണ്ടാൽ മണ്ടയിലൊക്കെ ആയിട്ടാണ് വരുന്നത്, താഴെയായിട്ട് 2 പാർക്കിംഗ് ലൈറ്റൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റംപ് പറയുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് NSൽ കൊടുത്തിരിക്കുന്നത്. നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡിസ്ക് ആകുമ്പം ഫ്രണ്ട് ഡിസ്ക് ഇത് ABS അല്ല. 2020 മോഡൽ BS6 വണ്ടികളിലെല്ലാം ABS ആണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ABS ഉള്ള വണ്ടിയല്ല. ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് അല്ല, ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 300 mm ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ടയർ ആണെങ്കിലും ടയർ അലോയ് ആണെങ്കിലും 2020 മോഡലുകളിൽ ടയറിനും വലിയ കാര്യങ്ങൾ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ടയർ സൈസ് പറയുവാണെങ്കിൽ 100/80/17 ടയറാണ് ഫ്രണ്ട് ടയറായിട്ട് വരുന്നത്. അപ്പം നമുക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ എൻജിൻ ഭാഗം നിങ്ങൾക്ക് തന്നെ കാണാം. എൻജിൻ ഭാഗം പറയും. DTSI എഞ്ചിനാണ് വന്നിരിക്കുന്നത്. എൻജിൻ്റെ പവറും കാര്യങ്ങളെന്ന് പറയുമ്പം 199.5 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എൻജിനാണ് നമുക്ക് NSൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല എൻജിനും കാര്യങ്ങളും എൻജിൻ ഭാഗങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ നമുക്കൊരു ചെറിയൊരു ഡിസ്പ്ലേ പോലെ തന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അത് തന്നിരിക്കുന്നു. ലിക്വിഡ് കൂളാന്ന് പറഞ്ഞത് മിനിമം മാക്സിമം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ചെറിയൊരു ഒരു ഡിസ്പ്ലേ പോലൊരു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വണ്ടിയുടെ റേഡിയേറ്ററിലെ കൂളൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി അത് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാണ് NSലൂടെ ബജാജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പുറകിലോട്ട് വരികയാണെങ്കിൽ 230 mm ഡിസ്ക് ബ്രേക്കാണ്. നല്ല ബ്രേക്കിങ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നത്. ഗ്രാബ് റെയിലാണെങ്കിൽ അടിപൊളി ഗ്രാബ് റെയിൽ, ടൈലൊക്കെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോടുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ടയർ ഹഗ്ഗർ നമുക്ക് കിട്ടിയിരിക്കുന്നു. NS ടയർ ഹഗ്ഗർ എടുത്തത്. പിന്നെ സ്പ്ലിറ്റ് സീറ്റാണ് നമുക്ക് 200 NSൽ വന്നിരിക്കുന്നത്. ബാക്കിലത്തെ ടയർ സൈസ് എന്ന് പറയുന്നത് 140/70/17 ടയറാണ്. അപ്പം നമുക്ക് ബാക്കിലത്തെ ടയർ സൈസ് നമുക്ക് ടയർ അത്യാവശ്യം വലിയ ടയറൊക്കെ ഇട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. ഇരിക്കുന്ന ഒരു പോരായ്മ നമ്മുടെ ക്രാഷ് കാർഡുണ്ട്. നല്ല അടിപൊളി ക്രാഷ് കാർഡല്ലേ, പോളി, കൊള്ളാം. നമ്മുടെ വണ്ടി നമ്മൾ പോയി നിൽക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തൊന്ന് മറിഞ്ഞ് വീണാൽ വണ്ടിക്കൊന്നും പറ്റത്തില്ല. നമ്മൾ ഇച്ചിരി ഓടിച്ച് പോയി വീഴുവാണെങ്കിൽ പിന്നെ ആദ്യം ക്രാഷ് കാർഡ് ഒടിയുന്നതുകൊണ്ട് നമ്മൾ വണ്ടി ശരിയാക്കുള്ളൂ, കാശ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതാണ് ഈ ക്രാഷ് കാർഡിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മളെങ്ങനെ വേണമെന്ന് പറഞ്ഞാലും ആദ്യം ക്രാഷ് കാർഡ് ഒടിഞ്ഞോളൂ, പേടിക്കുകയേ വേണ്ട. പുത്തൻ ക്രാഷ് കാർഡ് നമുക്ക് വെക്കാം, പിന്നെ വണ്ടിയും കുറച്ച് പണി വെക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ എന്ന് പറയുന്നത് നൈട്രോക്സിൻ സസ്പെൻഷനാണ് വരുന്നത്. അത്യാവശ്യം നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അണ്ടർവെല്ലി എക്സോസ്റ്റൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇത് കണ്ടോ, നമ്മുടെ ആദ്യത്തെ മോഡൽ NS200 വരാത്ത ഒരു കാര്യമായിരുന്നു ഈ സെക്കൻഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പിന്നീടുള്ള മോഡലിലേക്ക് സെക്കൻഡ് സ്റ്റാൻഡ് ഇറക്കി തന്നിട്ടുണ്ട് ബജാജ്. ഈ റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് കയറിയിരിക്കാം. ഇതാണ് വണ്ടിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഫുഡ് പാക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല നമ്മുടെ നേരെ തന്നെ കൊണ്ടുവച്ച് നല്ല രീതിയിലുള്ള കംഫോർട്ട് തരുന്ന രീതിയിലുള്ള ഫുഡ് പാക്കൊക്കെയാണ്. പിന്നെ ഞാനൊരു ചെറിയ മനുഷ്യനായതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ കാലിന് വലിപ്പമൊക്കെ ഉള്ളൂ. അപ്പം എന്നെക്കാളും ഇച്ചിരി പൊക്കവും സൈസും ഒക്കെ ഉള്ളവരൊക്കെ ഇരുന്നാലും അവർക്ക് നല്ല അടിപൊളി കംഫോർട്ട് തരുന്ന കാര്യത്തിലുള്ള ടാങ്ക് ഡിസൈനിങ്ങൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ വണ്ടി മറിഞ്ഞ് വീഴുവാണെങ്കിൽ ഈ 2 പീസ് വണ്ടിനുള്ളൊരു ഗുണമെന്ന് പറയാൻ ഈ സൈഡിലോട്ടാണ് മറിയുന്നതെങ്കിൽ ഈ സൈഡിൽ മാത്രം ഹാൻഡിലിന് ഒരു ചെറിയ വെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ മൊത്തമായിട്ടൊന്നും മാറേണ്ട കാര്യമില്ല, ഈ ഒരു സാധനം മാത്രം അങ്ങ് മാറിയാൽ മതി. അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. അതായത് നമ്മൾ ഓടിക്കുന്ന റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മുമ്പോട്ട് ആഞ്ഞ്, അതായത് ഇച്ചിരി താന്ന് വേണം നമ്മളിരിക്കാൻ. എന്ന് വെച്ച് നമുക്ക് ഷോൾഡറിന് വേദനയോ അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നില്ല. കുറച്ച് മുമ്പോട്ട് ആഞ്ഞ് നമ്മളിരിക്കുന്നു. പിന്നെ നല്ല മിറേഴ്സ്, നല്ല ലുക്കിയായിട്ട് 2 മിറേഴ്സ്.
NS കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഇരിക്കുന്ന NS ഫ്യൂവൽ ഇഞ്ചക്ഷൻ അല്ല, കാർബറേറ്ററാണ്. അപ്പം 2020 മോഡൽ വണ്ടികൾ NSലെല്ലാം ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടിയുടെ പവറോ അല്ലെങ്കിൽ വണ്ടിയുടെ മൈലേജ് കൂടുന്നതിനൊക്കെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചാലോ? അപ്പം നമുക്ക് വണ്ടി ഓടിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വൈബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാം. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് റെസ്റ്റിൻ്റെ അവിടുന്ന്, അതായത് നമ്മുടെ ഫുഡ് റെസ്റ്റിൻ്റെ അവിടുന്ന് കാലിലേക്ക് ഒരു ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേ നമുക്ക് തോന്നുന്നുണ്ട്. ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാൻഡിലിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മളൊരു 80 അല്ലെങ്കിൽ 90 മേളിലോട്ട് പോകുമ്പോഴത്തേന് നമുക്ക് ഹാൻഡിലിൻ്റെ അവിടെ നിന്ന് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ടാങ്കിൻ്റെ അവിടെ നിന്നൊക്കെ കാര്യമായ വൈബ്രേഷൻ നമുക്ക് തോന്നുന്നില്ല. പിന്നെ ക്ലച്ച് കുറച്ച് നമ്മുടെ ഹാൻഡിലിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിപ്പോയോ എന്നൊരു ചെറിയ ഒരു തോന്നൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് എത്തിപ്പിടിക്കേണ്ട ഒരു തോന്നൽ, അതായത് നമ്മൾ ലിവറിലോട്ട് അങ്ങ് ചാടി പിടിക്കണം, കൈയെടുത്തൊന്ന് എത്തിപ്പിടിക്കേണ്ട ഒരു തോന്നലാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തോന്നുന്നത്. അതാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്. വണ്ടിയുടെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സീറ്റാണ്. നമ്മുടെ NS എപ്പോഴും ഏറ്റുമുട്ടുന്നത് ഡ്യൂക്ക് 200 അപ്പം ഡ്യൂക്ക് 200നെ അപേക്ഷിച്ച് NSൻ്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സോഫ്റ്റാണ്. പക്ഷേ അത്രയ്ക്ക് സോഫ്റ്റ് അല്ല, എന്നാൽ സോഫ്റ്റുമാണ്. അങ്ങനെയുള്ള രീതിയിലുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ബൈക്കിലത്തെ ടയർ അത്യാവശ്യം നല്ല ടയറൊക്കെ ആയതുകൊണ്ട് നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കോർണറിങ് ഒക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ നമ്മുടെ NS 200 നമുക്ക് സാധിക്കുന്നതാണ്. പരക്കെയൊരു വർത്തമാനമുണ്ട്, നമ്മുടെ NS ഒരു കോളനി വണ്ടിയാണ്. ഞാനതിനോട് ഒട്ടും യോജിക്കുന്നില്ല ഗൈസ്. എന്ത് പറഞ്ഞാൽ എന്നാ കാരണം എന്ന് വെച്ചാൽ NS ഒരു കോളനി വണ്ടിയല്ല. കാരണം എന്നാന്ന് വെച്ചാൽ NS ഒരു നല്ല 200 സെഗ്മെൻറ്റിലെ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് NS 200 എന്ന് പറയുന്നത്. നല്ല പവറും അത്യാവശ്യം കണ്ടോ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഇൻഫർമേഷനൊക്കെ തരുന്ന ഒരു മീറ്റർ, നല്ല ലുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വില, പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ 200 സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രൈസ് റേഞ്ച് കുറഞ്ഞതുമായ നല്ല ലുക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേന് NSന് 2 മോഡലാണ് ലഭിക്കുന്നത്. NS 160 എന്നൊരു മോഡൽ, 200 എന്നൊരു മോഡൽ. അപ്പം നിങ്ങൾക്ക് ക്യാഷിൻ്റെയോ മറ്റെന്തെങ്കിലും പ്രശ്നം കാരണം നിങ്ങൾ വണ്ടി NS 200 നിന്ന് 160 ഇറങ്ങുവാണെങ്കിൽ ഗൈസ് നിങ്ങൾ വണ്ടി എടുക്കുകയേ ചെയ്യരുത്. കാരണം 160 മോശമാണെന്നല്ല, നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്നതല്ലേ. അപ്പം ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേന് ഈ ലെവൽസ് കേട്ടിട്ടില്ലേ. അപ്പം ഈ NS 160യേക്കാളും ഒരു 10 അല്ലെങ്കിൽ 12 അങ്ങനെ ലെവലില്ലേ. അപ്പം അങ്ങനത്തെ ലെവലിൽ ഒരു 12 ലെവൽ അപ്ഡേറ്റാണ് നമ്മുടെ 200 NS എന്ന് പറയുന്നത്. അടിപൊളിയാണ്. നിങ്ങൾ വെറുതെ 160 എടുത്ത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ NS 200 തന്നെ മേടിക്കുക. എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സീറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം പറയാൻ ഞാൻ ഇവിടുന്ന് സൈഡാക്കട്ടെ. അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 805 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പം എന്നെപ്പോലെ ഒരാൾക്ക് നമുക്ക് കയറുന്ന നമ്മുടെ കാല് നിലത്ത് ടച്ച് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് 1363 ആണ്. പിന്നെ വണ്ടിയുടെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് 156 കിലോ ആണ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 169 ആണ്. അപ്പം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ബജാജ് നമുക്ക് തരുന്നുണ്ട്. വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 23.17 bhp പവറും 18.3 Nm ടോർക്കുമാണ് നമുക്ക് NS 200 പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മീറ്ററിനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മീറ്ററിൻ്റെ കാര്യം തന്നെ പറഞ്ഞേക്കാം. നമുക്കിവിടെ ചില ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് മൊത്തം ഇൻഡിക്കേറ്റേഴ്സ്, ഈ സൈഡ് പറയുന്നതാണ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രന്, ബാറ്ററിക്ക്, ഹീറ്റിങ്, പിന്നെ ഓയിലിൻ്റെ, പിന്നെ ബജാജിൻ്റെ ഒരു സിമ്പിൾ, ഒരു ബ്ലൂ സിമ്പിൾ അതെപ്പോഴും അവിടെ ഓണായി കിടക്കുന്നുണ്ട്. പിന്നെ ഒരു അനലോഗ് RPM ഒരു മീറ്റർ, പിന്നെ ഈ ഇടയിലായിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെ അതായത് ഫ്യൂവൽ കപ്പാസിറ്റി പറയാനുള്ള മീറ്റർ, പിന്നെ മണ്ടയ്ക്ക് സമയം നല്ലൊരു കാര്യമാണ് സമയം കൊടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് കൊടുത്തേക്കുന്നത് നമ്മുടെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ അങ്ങനെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ട്രിപ്പ് 1, ട്രിപ്പ് 2 അങ്ങനെയും കൊടുത്തിരിക്കുന്നു. പിന്നെ RPMനൊരു ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കും. പിന്നെ എനിക്കിതിനകത്ത് ഇല്ലാത്തൊരു പോരായ്മ സ്ക്രീനിൽ കൊണ്ടുവരാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയർ 6 സ്പീഡ് ഗിയർ ബോക്സാണ് നമുക്ക് NSലുള്ളത്. ഒരു ഗിയറിൻ്റെ ഒരു ഇൻഡിക്കേഷനോട് കൊടുക്കുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു.
കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്വിച്ചും കാര്യങ്ങളൊക്കെ അതൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം. എൻജിൻ ഓൺ ഓഫ് ഒരു സ്വിച്ച്, സ്റ്റാർട്ട് ചെയ്യാനൊരു സ്വിച്ച്, പാസിനൊരു സ്വിച്ച്, പിന്നെ ഡ്രിം ബ്രൈറ്റ് ഇൻഡിക്കേറ്ററും ഓണ്. അപ്പം നമ്മൾ വണ്ടിയും കൊണ്ട് പോവുകയാണ്. ഗായ്സ്, പിന്നെ നമ്മുടെ ടാങ്ക് 12 ലിറ്ററിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ടൂറിങ്ങിനായാലും പിന്നെ സിറ്റി റൈഡ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് NS വളരെ ഉപകാരമുള്ളൊരു വണ്ടിയാണ്. നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അത്ര പെട്രോളും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്. നമ്മൾ അതിന് പറ്റുന്നൊരു ടാങ്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് NS 200 തരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.